I decided to take my 2 followers to Bali. അയ്യോ ബാലി അല്ല കേട്ടോ, ബാലി പോലെ ഇരിക്കുന്ന ഒരു സ്ഥലത്തോട്ട്. അപ്പൊ നമ്മുടെ ഫോളോവേഴ്സ് കാലിക്കറ്റിൽ നിന്ന് കൊച്ചിയിൽ അവരെ പിക്ക് ചെയ്യാൻ പോകണം. സോ എക്സൈറ്റഡ്. അവർ കുറേ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ട്രിപ്പിന് വന്നത്. അപ്പൊ അവരെ പിക്ക് ചെയ്യാൻ പോവാം. ഇവാനീറ്റ്സ് നമ്മൾ ഏത് റിസോർട്ടിലോട്ടാണ് പോകണമെന്ന് കുറേ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അതൊരു സർപ്രൈസ് ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ കോഴിക്കോട് നിന്നൊക്കെ വന്ന ആൾക്കാരല്ല, അപ്പൊ അവര് കുറച്ച് വലിയ സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ച് ഞാൻ മിണ്ടിയില്ല കേട്ടോ. ഗേൾസ്, ഇതാണ് നിങ്ങളുടെ, ഓ മൈ ഗോഡ്, വാട്ട് ഈസ് ദിസ്? ഇതാണ് ഗൈസ് ഞാൻ ആഗ്രഹിച്ച മൊമെന്റ്. എന്റെ ഫോളോവേഴ്സിന് ഇത്രയും അടിപൊളി ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല. ഒരുപാട് നാളായിട്ട് എന്റെ ആഗ്രഹമായിരുന്നു. ആ ഒരു ആഗ്രഹമാണ് ഗൈസ് ഈ ടൊറോലാൻഡ് മൂന്നാറിലെത്തിയപ്പോ എനിക്ക് കിട്ടിയത്. ഇതിനേലുപരി ഞാൻ എന്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ പ്രോപ്പർട്ടിയിൽ ഒരു വാക്കിന് പോയിട്ടോ. അട്ട ഉണ്ടാവേ, അട്ട പിടിച്ചാ നമുക്ക് കോഴിക്കോട് നിന്ന് ഒരു അസമോളെ കിട്ടിയിട്ടുണ്ട്. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ കളിയാക്കാൻ തുടങ്ങി. ഫോളോവേഴ്സ് മാറി, ഫ്രണ്ട്സ്. സമയം ചായ കുടിച്ചിരിക്കണ നല്ല അടിപൊളി എസ്തെറ്റിക് വ്യൂ ഇത്, നല്ല അടിപൊളി ചായ നമ്മൾ കുടിച്ചു. അപ്പോഴേക്കൊരു ഡിന്നറിന്റെ ഒക്കെ സമയവുമായിട്ടോ. ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഗൈസ്. ഇവിടെ ട്രൈബൽ ക്യുസൈൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് ഡിഷസ് ഉണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ അത് മസ്റ്റ് ട്രൈ ആണ്. പിന്നെ കുറേ നേരം നമ്മൾ സംസാരിച്ചു. സംസാരം തീരുന്നേ ഉണ്ടായിരുന്നില്ല. ഏകദേശം 12:30 മണി വരെ നമ്മൾ സംസാരിച്ചിരുന്നു. അയ്യോ രാവിലെ ഇനി നമ്മൾ തിരിച്ചു പോവില്ലേ, ആ ദുഃഖത്തിലാണ് ഞാൻ എണീച്ചത് കേട്ടോ. അവരെ പോയി വിളിച്ചു, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇവിടുത്തെ ബ്ലൂബെറി ജാം വാസ് സോ ഗുഡ്. അതിനുശേഷം പാക്ക് ചെയ്തു. പിന്നെയും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മൾ ഏകദേശം ട്രിപ്പ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോയി ഗൈസ്. എനിക്ക് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും സന്തോഷം തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു പരിപാടി ഞാൻ ഇനിയും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ വേഗം കമന്റ് ചെയ്തോ. നമുക്ക് അടുത്തൊരു ഡെസ്റ്റിനേഷനിൽ കാണാം. ബൈ.